നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അണ്ടർ 20 കോപ്പ അമേരിക്കയിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ അർജന്റീനയോട് ഏകപക്ഷീയമായ 6 ഗോളുകൾക്ക് തോറ്റുകൊണ്ടാണ് ബ്രസീൽ തുടങ്ങിയത്. പ്രാഥമിക റൗണ്ടിൽ കളിച്ച 4 കളികളിൽ 2 തോറ്റു. വല്ല വിധേനയും 3-ാം സ്ഥാനവും കൊണ്ടാണ് ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയത്. എന്നാൽ ഫൈനൽ റൗണ്ടിൽ തുടരെ അവർ വിജയിച്ചു കയറുന്ന കാഴ്ച. ഇന്നലത്തെ മത്സരം കരുത്തരായ കൊളംബിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചു. ഇന്നലെ എന്ന് പറയുമ്പോൾ അവിടുത്തെ സമയമാണ്. നമുക്കിന്ന് രാവിലെ ഇന്ന് പുലർച്ചെ നടന്ന കളിയാണ്. ഏകപക്ഷീയമായ 1 ഗോളിന് കൊളംബിയയെ ബ്രസീൽ തോൽപ്പിച്ചിരിക്കുന്നു. ഫൈനൽ റൗണ്ടിൽ കളിച്ച 2 കളികളും വിജയിച്ച് 6 പോയിന്റുമായിട്ട് അർജന്റീനയ്ക്കൊപ്പം നിൽക്കുകയാണ് ഇപ്പോൾ ബ്രസീൽ. ഇയാഗോ ടിയോഡർ ഡാ സിൽവ നൊഗ്രൈറയാണ് ബ്രസീലിന്റെ വിജയ ഗോൾ കൊളംബിയക്കെതിരെ നേടിയത്. കളിയിൽ സെറോട്ടയ്ക്ക് 87-ാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടിയിട്ടും ബ്രസീൽ വിജയം കൈവിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കളിയുടെ 6-ാമത്തെ മിനിറ്റിലാണ് ഡിഫൻഡറായിട്ടുള്ള ഇയാഗോ ടിയോഡർ ഡാ സിൽവ നൊഗ്രൈറ ബ്രസീലിന് വേണ്ടി ലീഡ് നേടിക്കൊടുക്കുന്നത്. പെഡ്രോയായിരുന്നു ആ അസിസ്റ്റ്. ഈ ടൂർണമെന്റിൽ മികച്ച പ്രകടനമാണ് പെഡ്രോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കളിയുടെ ആദ്യ പകുതി അവസാനിക്കും ഏകപക്ഷീയമായ 1 ഗോളിന് ബ്രസീൽ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ കൊളംബിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. പക്ഷേ ബ്രസീൽ പിടിച്ചു നിൽക്കുന്ന കാഴ്ച. കളിയുടെ അവസാന ഘട്ടത്തിൽ സെറാട്ടയ്ക്ക് റെഡ് കാർഡ് ലഭിച്ചെങ്കിലും ബ്രസീൽ വിജയിച്ചു കയറുക തന്നെ ചെയ്തു. ഒടുവിൽ 2 കളികൾ 2 വിജയം 6 പോയിന്റ്. ബ്രസീൽ ഈ ഫൈനൽ റൗണ്ടിൽ ഇപ്പോൾ 2-ാം സ്ഥാനത്താണ്. അർജന്റീനയ്ക്കും 2 കളികളിൽ നിന്ന് 6 പോയിന്റാണ്. പക്ഷേ അവരാണ് 1-ാം സ്ഥാനത്ത്. കാരണം ഗോൾ ഡിഫറൻസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത് അർജന്റീനയാണ്. 6 ഗോൾ അവരടിച്ചു. 4 തിരികെ വാങ്ങിയത്. 2 അവരുടെ ഗോൾ ഡിഫറൻസ്. ബ്രസീലും 2 ഗോളുകൾ അടിച്ചു. 1 ഗോളും തിരികെ വാങ്ങിയിട്ടില്ല. 2 ബ്രസീലിൻ്റെയും ഗോൾ ഡിഫറൻസ് എങ്കിലും കൂടുതൽ ഗോൾ അടിച്ചതിൻ്റെ ആനുകൂല്യത്തിൽ അർജന്റീനയാണ് ഇപ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.